പുറപ്പാട് അധ്യായം 37. ബസാലേൽ കരിവേലത്തടി കൊണ്ട് പേടകമുണ്ടാക്കി. അതിൻ്റെ നീളം 2.5 മുഴമായിരുന്നു. വീതിയും ഉയരവും 1.5 മുഴം വീതവും. തനി സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിഞ്ഞു. അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാളി പിടിപ്പിച്ചു. 4 സ്വർണ വളയങ്ങളുണ്ടാക്കി 4 മൂലകളിൽ ഘടിപ്പിച്ചു. ഒരു വശത്ത് 2ഉം മറുവശത്ത് 2ഉം. അവൻ കരിവേലത്തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പേടകം വഹിക്കുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരുന്നു. കൃപാസനത്തിൻ്റെ 2 അഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ്ണ തകിടുകൊണ്ട് 2 കെരൂബുകളെ നിർമ്മിച്ചു. 2 അഗ്രങ്ങളിലും 1 വീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു. കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു. കരിവേലത്തടി കൊണ്ട് അവൻ മേശയുണ്ടാക്കി. അതിന് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവുമുണ്ടായിരുന്നു. തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും മുകൾ ഭാഗത്ത് ചുറ്റിലും സ്വർണം കൊണ്ട് അരികുപാളി പിടിപ്പിക്കുകയും ചെയ്തു. അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും സ്വർണം കൊണ്ട് അരികുപാളിയും പിടിപ്പിച്ചു. അവൻ 4 സ്വർണ വളയങ്ങൾ നിർമ്മിച്ച് അവ മേശയുടെ 4 കാലുകളിൽ ഘടിപ്പിച്ചു. മേശ വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു. ഈ തണ്ടുകൾ അവൻ കരിവേലത്തടി കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ, താലങ്ങൾ, തട്ടങ്ങൾ, കലശങ്ങൾ, പാനീയബലിക്കുള്ള ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. തനി സ്വർണം കൊണ്ട് വിളക്കുകാൽ ഉണ്ടാക്കി. അതിൻ്റെ അടിത്തട്ട്, തണ്ട്, ചഷകങ്ങൾ, മുകുളങ്ങൾ, പുഷ്പങ്ങൾ എന്നിവ ഒരേ സ്വർണ്ണത്തകിടിലാണ് പണിതത്. വിളക്കുകാലിന് ഓരോ വശത്തും 3 വീതം 2 വശങ്ങളിലായി 6 ശാഖകളുണ്ടായിരുന്നു. വിളക്കുകാലിൻ്റെ 6 ശാഖകളിൽ ഓരോന്നിലും ബദാംപൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പദളങ്ങളോടും കൂടിയതുമായ 3 ചഷകങ്ങൾ വീതം ഉണ്ടായിരുന്നു. വിളക്കുകാലിൻ്റെ തണ്ടിന്മേൽ ബദാംപൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പദളങ്ങളോടും കൂടിയതുമായ 4 ചഷകങ്ങൾ ഉണ്ടായിരുന്നു. വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്കുകാലിൻ്റെ തണ്ടിനോട് ഒന്നായി ചേർന്ന് ഒരു മുകുളം വീതമുണ്ടായിരുന്നു. മുകുളങ്ങളും ശാഖകളും വിളക്കുകാലിനോട് ഒന്നായി ചേർന്നിരുന്നു. എല്ലാം തനി സ്വർണ്ണ തകിട് കൊണ്ട് പണിതതായിരുന്നു. അവൻ അതിൻ്റെ 7 വിളക്കുകളും തിരിയണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. വിളക്കുകാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും 1 താലന്ത് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത്. കരിവേലത്തടി കൊണ്ട് അവൻ ഒരു ധൂപപീഠം പണിതു. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമുള്ള സമചതുരമായിരുന്നു. ഉയരം 2 മുഴം. അതിൻ്റെ കൊമ്പുകൾ അതിനോടൊന്നായി ചേർന്നിരുന്നു. തനി സ്വർണം കൊണ്ട് അവൻ അതിൻ്റെ മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു. അതിന് മുകൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിച്ചു. അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി ഒരു വശത്ത് 2ഉം മറുവശത്ത് 2ഉം സ്വർണവളയങ്ങൾ ഘടിപ്പിച്ചു. കരിവേലത്തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും
ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു. Chapter 37. Bezalel made the ark of acacia wood, 2.5 cubits long, 1.5 cubits wide, and 1.5 cubits high. The inside and outside were plated with gold, and a molding of gold was put around it. 4 gold rings were cast and put on its 4 supports, 2 rings for one side and 2 for the opposite side. Poles of acacia wood were made and plated with gold. These were put through the rings on the sides of the ark for carrying it. The propitiatory was made of pure gold, 2.5 cubits long and 1.5 cubits wide. 2 cherubim of beaten gold were made for the 2 ends of the propitiatory, 1 cherub fastened at one end, the other at the other end, springing directly from the propitiatory at its 2 ends. The cherubim had their wings spread out above, covering the propitiatory with them. They were turned toward each other, but with their faces looking toward the propitiatory. The table was made of acacia wood, 2 cubits long, 1 cubit wide, and 1.5 cubits high. It was plated with pure gold, and a molding of gold was put around it. A frame, a handbreadth high, was also put around it, with a molding of gold around the frame. 4 rings of gold were cast for it and fastened, 1 at each of the 4 corners. The rings were alongside the frame as holders for the poles to carry the table. These poles were made of acacia wood and plated with gold. The vessels that were set on the table, its plates and cups, as well as its pitchers and bowls for pouring libations, were of pure gold. The lampstand was made of pure beaten gold, its shaft and branches, as well as its cups and knobs and petals, springing directly from it. 6 branches extended from its sides, 3 branches on one side and 3 on the other. On one branch there were 3 cups shaped like almond blossoms, each with its knob and petals. On the opposite branch there were 3 cups shaped like almond blossoms, each with its knob and petals, and so for the 6 branches that extended from the lampstand. On the shaft there were 4 cups shaped like almond blossoms, with their knobs and petals, including a knob below each of the 3 pairs of branches that extended from the lampstand. The knobs and branches sprang so directly from it that the whole formed but a single piece of pure beaten gold. Its 7 lamps, as well as its trimming shears and trays, were made of pure gold. A talent of pure gold was used for the lampstand and its various appurtenances. The altar of incense was made of acacia wood, on a square, a cubit long, a cubit wide, and 2 cubits high, having horns that sprang directly from it. Its grate on top, its walls on all 4 sides, and its horns were plated with pure gold, and a molding of gold was put around it. Underneath the molding, gold rings were placed, 2 on one side and 2 on the opposite side, as holders for the poles to carry it. The poles, too, were made of acacia wood and plated with gold. The sacred anointing oil and the fragrant incense were prepared in their pure form by a perfumer.